മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിരിക്കാം, ചിന്തിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഹായ് മാസ്റ്റേഴ്സ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതെ, ഞാനിവിടെ പ്രേക്ഷകരോട് പറഞ്ഞു ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം എന്നുള്ളത്. അതായത് ഇന്നത്തെ എന്റെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഡബ്ബിങ്ങിനെ പറ്റിയാണ്. യാ, നിങ്ങൾ ഡബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നാദിക മൂവിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ബിബിൻ ചേട്ടനാണെങ്കിൽ മൂവിക്ക്, പക്രു ചേട്ടനാണെങ്കിൽ മൂവിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സീൻസ് കണ്ട് അതിനനുസരിച്ച് ലിപ്പ് സിങ്ക് ചെയ്തായിരിക്കുമല്ലോ മിക്കപ്പോഴും പോകുന്നത്, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഈ കറക്റ്റ് നമുക്ക് ആ മോഡുലേഷൻ വന്നില്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ സാധനം ചിലപ്പോൾ കിട്ടാണ്ട് വരില്ലേ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതായത് അതോ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ സീൻസിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? അല്ല, എപ്പോഴാണെങ്കിലും ഇപ്പൊ ഏത് വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഓരോ പോർഷൻ ചിലപ്പോ ഒരു 2 ഡയലോഗ് അടുപ്പിച്ചിട്ടുള്ള 2 ഡയലോഗ് 3 ഡയലോഗ്, ചിലപ്പോ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഒരു സീനില് ഒരു ക്ലോസിൽ വരുന്ന ആ മൊത്തം ഡയലോഗ്. അതിൽ കൂടുതലൊന്നും കണ്ടിന്യൂസ് ഒരു സീൻ മൊത്തമായിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ബ്രേക്ക് ചെയ്തേ പോകുള്ളൂ. അതിനകത്ത് ചിലപ്പോ നമുക്ക് ലിപ്പ് സിങ്ക് ആവില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ വെച്ചേക്കുന്ന വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ സംസാര ഇതിനൊരു ശൈലിയുണ്ട്, അതിനൊരു സ്പീഡ് ഉണ്ട്, ഇത്തിരി കൂടുതലാ സംസാരിക്കുമ്പോ. സാധാരണ സംസാരിക്കുന്ന മറ്റുള്ളവർ സംസാരിക്കുന്നതിനെ കുറച്ച് ഇങ്ങനെ. അപ്പൊ ഏതെങ്കിലും സീനില് നമ്മൾ ഡയലോഗ് പ്രസന്റ് ചെയ്യണമെങ്കിലും ആ ഒരു സ്പീഡ് ഉണ്ടാവും. അത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇത് കുറച്ച് ചിലപ്പോൾ പിടിക്കാനായിട്ട് ഇത്തിരി പണിയാണ്. പക്ഷെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്ന സാധനം എനിക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞ മീറ്റർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, പക്രുചേട്ടൻ ഇതുപോലെ ഡബിംഗിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? അതായത് ആദ്യം ഡബിംഗ് എന്താന്ന് പോലും അറിയാൻ മേലാത്ത സമയത്ത് ഡബ് ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് മൂവിയിലേക്ക് ഞാൻ തന്നെ ഡബ് ചെയ്തെന്നുള്ളതാണ്. അത് ഇത് ചോദിക്കുമ്പോൾ കോയിൻസിഡൻസ് നമ്മൾ ഇരിക്കുന്ന ഈ ഫ്ലോറ് ചിത്രാഞ്ജലി 1986 അന്ന് പക്രുചേട്ടന് അന്ന് ഞാൻ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ കുട്ടിയാ. സീരിയസ്ലി അന്ന് ഇത് എന്താണെന്ന് അറിയാതെ ഇപ്പം ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യുന്നത് നമ്മളെ ആദ്യം കാണിച്ചു. നമ്മളിത് ഇങ്ങനെയാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്, അതുപോലെ നീ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് ഡബ് ചെയ്യാം. അല്ലാതെ ഡബിങ്ങിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല. അന്നേരം ഡയറക്ടർ പറഞ്ഞു എന്താണോ അതിനനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ, 1986 എന്ന് പറഞ്ഞോണ്ടാണ് ഇന്നത്തെ ടെക്നോളജിയെ അല്ല അന്നത്തെ ടെക്നോളജി. അപ്പൊ അത് കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലോ? അതിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഈ ഫ്ലോർ ഇതിനകത്ത് സ്റ്റുഡിയോയിലെ ആ മാറ്റും ഈ വലിയ മൈക്കും സിനിമ പോലെ തന്നെയുള്ള ഒരു സ്ക്രീനും, കുറച്ചുകൂടി വലിയ സ്ക്രീനാണ്. ഇപ്പോഴെങ്ങനത്താന്ന് എനിക്ക് അറിയത്തില്ല, വലിയ സ്ക്രീനാ. അതിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് തിയേറ്റർ പോലെ തന്നെയാണ്, തിയേറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഭയങ്കര സൈസിലേക്ക് ഇങ്ങനെ കാണും. എന്നിട്ട് പല തവണയായിട്ട് ഒരുപാട് ടേക്കുകൾ എടുത്തിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. ബിബിൻ ചേട്ടനിലേക്ക് പോവാണെങ്കിലോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടേക്കുന്നത് എന്റെ ശബ്ദം ചെയ്യാനല്ല. ഞാനീ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ പടത്തില് സർജാനോ ഇല്ലേ ആക്ടർ, പുള്ളിക്ക് അവന് വേണ്ടി ഞാൻ ഡബ് ചെയ്തത് ബിഗ് ബ്രദർ. എനിക്ക് സിദ്ദിഖ് സാറിന്റെ കൂടെ അങ്ങനെയാണ് ആകെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം. അപ്പൊ അവിടെ വീണ്ടും ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് വേറെ ആൾക്ക് വേണ്ടി നമ്മൾ ഡബ് ചെയ്തത് കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അഗെയിൻ ബിബിൻചേട്ടൻ ഞാൻ കണക്ട് ചെയ്ത് വരുന്നതാണ്. അതായത് നമുക്കത് കാണാം, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മുന്നിലൊക്കെ ഇങ്ങനെയാണ് ലിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ സിങ്ക് ചെയ്താണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നാമതേ സ്പോട്ട് ഡബ് ചെയ്യുന്നവരെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സീനുകളൊന്നും കാണാണ്ട് ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തി അത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞെട്ടിപ്പോവും. കാരണം കണ്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പാടുള്ള പരിപാടിയാണ് ഡബ്ബിങ്. എക്സാക്ട്ലി, അതാണ് ഞാൻ ഈ ചിന്തിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ ഇട്ടത്. നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഉണ്ണിക്കണ്ണൻ എന്നാണ് ഗസ്റ്റിന്റെ പേര്. ഉണ്ണിക്കണ്ണന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഡബ്ബിങ് അഥവാ സ്പോട്ട് ഡബ് ഈസി ആയിട്ട് ചെയ്യും. എന്നാൽ ഉണ്ണിക്കണ്ണൻ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഒന്നും കാണാതെയാണ് സ്പോട്ട് ഡബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ കേട്ടിട്ട് ആണോ ചെയ്യുന്നത്? അതെ, അതാണ് എനിക്കും എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണൻ വന്നതിന് ശേഷം നമുക്ക് ഇതിനെ പറ്റി ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും ഇപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഉണ്ണിക്കണ്ണനെ മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഉണ്ണിക്കണ്ണൻ ടു ദ സ്റ്റേജ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഉണ്ണിക്കണ്ണൻ. ഞാൻ എലീന, ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ,
ശരി, നമ്മളോടൊപ്പം നാദിക്കയുണ്ട്, പക്രുച്ചേട്ടനുണ്ട്, അതോടൊപ്പം തന്നെ ബിബിൻ ജോർജും ഉണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. 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 ഉണ്ണിക്കണ്ണൻ. ഹായ് സാർ. എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണന്റെ കൂടെ വന്നിരിക്കുന്നത് അച്ഛനാണ് അല്ലേ? അതെ, അതെ. എങ്ങനെ ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് അനിൽ. അനിൽ. ഓക്കെ, എവിടെ നിങ്ങളുടെ സ്ഥലം എവിടെയാ? ചെറിയൻകീഴ്. ചെറയൻകീഴ് അല്ലേ? ശരി, എന്ത് ചെയ്യുന്നു? ഞാൻ കൂലിവേലയാണ്. ആണ്. ഓക്കെ, ശരി. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? അമ്മ ഉണ്ട്, സഹോദരിയുണ്ട്, എന്റെ അമ്മ, എന്റെ അച്ഛൻ. ആണ്. ഓക്കെ, അപ്പം ഉണ്ണിക്കണ്ണന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്പോട്ട് ഡബ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ ഉണ്ണിക്കണ്ണ? അപ്പൊ ഈ സ്പോട്ട് ഡബ് എങ്ങനെയാണ്, എത്ര വർഷമായി ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ശരിക്കും വ്യത്യസ്തമായിട്ട് എല്ലാവരും ഞാൻ കൂടുതലും ചെയ്യുന്ന സ്റ്റാർസിന്റെ ശബ്ദവും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ അതാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ള ഇതിൽ സ്പോട്ട് ഡബ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഓക്കെ, സ്പോട്ട് ഡബ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? സ്പോട്ട് ഡബ് അല്ലാതെ കുറച്ച് സ്റ്റാർസിന്റെ ശബ്ദമുണ്ട്, അതുപോലെ ബീറ്റ് ബോക്സിംഗ് ഉണ്ട്, അങ്ങനെ അങ്ങനെ. മാസ്റ്റേഴ്സ് ഒക്കെ ഫുൾ ഞെട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോവല്ലേ? അതെ അതെ. നമുക്ക് സ്പോട്ട് ഡബിൽ തന്നെ ആദ്യം തുടങ്ങിയാലോ? ഉണ്ണി പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് ചേട്ടാ. എവിടെ പഠിക്കുന്നത്? ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിൽ PGക്ക് പഠിക്കുന്നു. ഓ, വെരി ഗുഡ്. മലയാളം. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. ആ സ്പോട്ട് ഡബിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഉണ്ണിക്കണ്ണ, നമ്മൾ ഏതൊക്കെ താരങ്ങളുടെ വോയിസ് ആണ് എടുക്കുന്നത്? സ്പോട്ട് ഡബ് ചെയ്യുന്നത് വിനായകൻ ചേട്ടൻ, അതുപോലെ ജോജു ജോർജ്, ദുൽഖർ സൽമാൻ, വിജയ് സർ. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി സ്പോട്ട് ഡബിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ഒരു വിഷ്വൽ അവിടെ നമ്മുടെ വീഡിയോ വാളിലുണ്ട്. അപ്പം തർക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്രിസ്റ്റോ, ഞാനടാ പറയത് എന്നെ ഒന്ന് കണ്ടിട്ട് പോകുമെന്നടാ ചുള്ള. ഒരു സുവിശേഷത്തിനെ പറ്റി അന്തരീക്ഷം അല്ലട്ടോ അവിടെ. അറിയാടാ, അല്ലെങ്കിൽ യൂദാസിന്റെ മടയിൽ പറയുന്നതിനെന്ത് കാര്യം? അത് കലക്കി. ഞാൻ ജീതനായിട്ട് ചേർന്ന് ഒരു പൊട്ടനിട്ട് ഉരുട്ടുണ്ടെന്ന് കേട്ടില്ല. ചെക്കന്റെ മേത്ത് മണ്ണ് പറ്റണം നോക്കിട്ടാ. എന്നാ നീ ചെന്ന് മുട്ടി നോക്കടാ, അവിടെ സെറ്റ് ചെയ്താ വെച്ചിട്ടുണ്ട് ഞാൻ. എന്തൊരു കാര്യം അറിയടാ, ഈ ലുക്ക നോക്കണ്ട, ഇടിച്ചാ പൊളിച്ചളഞ്ഞൻ. ഞെട്ടിച്ചിരിക്കാണ് കേട്ടോ, തുടക്കം തന്നെ ഞെട്ടിച്ചിരിക്കാണ്. ഇനി പടപടയെന്ന് ബാക്കിയുടെ നമുക്കൊന്ന് കേൾക്കാം. എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ചുട്ടോ ഉണ്ണിക്കണ്ണ. ആദർശിക്കാണ് ആദ്യം ചാടി എണീറ്റ്. ഗംഭീരം. അടുത്ത കാണണം. അടുത്തത് കൂടെ നമുക്ക് ആരുടെ അടുത്തത്? ജോജു ജോർജ്. ഓക്കെ, ശരി, നമുക്ക് അതുകൂടെ കേൾക്കാം. ജോസഫോടാ വിട്ടുകട ജോസേ. വാടാ, വാ മറക്ക് ഓട്രാ, വാ. അവൻ പോയതല്ലടാ, പിന്നെന്താടാ ചവിട്ടിയേ? അവൻ പോയല്ലടാ, പിന്നെന്താടാ ചവിട്ടിയേ? ഓൻ പോയല്ലടാ, പിന്നെന്താടാ ചവിട്ടിയേ? ഒരു രക്ഷയില്ല. വേറെ ലെവല് ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ ഞെട്ടാൻ റെഡി ആണോ? ഓക്കെ, അടുത്ത വരട്ടെ എന്നാ. അടുത്ത ദുൽഖർ സൽമാൻ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിജയ് സാറിന്റെ വോയിസ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പം ഉണ്ണിക്കണ്ണ റെഡി ആണോ? ഓക്കെ, ഓൾ സെറ്റ്. വന്നിരിക്കുന്നേടോ, സൂപ്പർ പാട്ടേ கலப்பலாம். நம்ம ரேஞ்சு கொடுத்து அடிக்குமான்னு யோசிச்சேன். பரவாயில்ல, 10 நிற்குதுங்க. ஓகே, மொத்தமாக வசூல் பண்ணிக்கிறேன். இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன்மா. என்னை பார்த்து தமிழ்நாட்டில் இந்த கேள்வி கேட்குற மொத்த ஆள் நீ தாண்டா. உனக்கு தனியாக கவனிச்சுக்கிறேன். ஏன் பேர் தெரியாம அடி வாங்க மாட்டியா? கமிட் ஆட்டனே. ஒரு வாட்டி முடிப்பட்டனா ஏன் பேச்சு நானே கேட்க மாட்டேன். ബിബിൻ ചേട്ടൻ ഞാൻ തുടങ്ങുകയാണ്. ഈ ഒരു സ്പോട്ട് ഡബ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചതെന്നറിയാമോ, ഇക്ക
ഒരു ഡയലോഗ് തുടങ്ങുന്നു, പുള്ളി ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പറയുന്നു, അത് തീർക്കുന്നു. ഇത് എടുത്ത എല്ലാ വിഷ്വലും നിങ്ങൾ കണ്ടോ? ഫൈറ്റാണ് എടുത്തേക്കുന്നത്, ഇടിയാണ് അതിന്റെ ഇടയിൽ. ആ ഇടിയുടെ ഇടയിൽ ആ സ്പോട്ടിലെ ആ ഡയലോഗ്, മ്യൂസിക് മിക്സ്, ആ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞ സ്തുതിച്ചിരിക്കുന്നു. ആ വാക്ക് എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ നാവില് വരുന്നത് ഇത്രയും ഷോയിലൂടെ ഇരുന്നിട്ട്. എന്താണ് പറയുന്നത്, ഞങ്ങൾ അധികം പറഞ്ഞാൽ ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് തന്നെ എന്താണോ അത് അങ്ങനെ തന്നെ ആവട്ടെ, അതിലും വലുതാവട്ടെ. അല്ല, ഇത് കണ്ടപ്പോഴേ നമ്മളെ പറയില്ലേ, ദൈവത്തിന്റെ കയ്യൊപ്പോട് കൂടിയ കലാകാരൻ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച കലാകാരനാണ്. ഞാൻ അച്ഛനെയാണ് നോക്കിയത്. കാരണം ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിന്ന് പറയുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ എക്സ്പ്രഷനും ഈ പറഞ്ഞ പോലെ വീഡിയോ കോളിലേക്ക് ഇടയ്ക്കൊന്ന് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കട്ട സപ്പോർട്ടായിട്ട് അച്ഛൻ അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണന്റെ കണ്ണ് അച്ഛനാന്ന് തോന്നുന്നു. അത്ര നിങ്ങൾ തമ്മിൽ ആ ഒരു ഇതുണ്ട്. കാരണം അദ്ദേഹം ചെയ്യുമ്പോഴുള്ള അങ്ങയുടെ ആ മുഖഭാവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരു ഭാഗ്യം ചെയ്ത അച്ഛനാണ്, ഭാഗ്യം ചെയ്ത മകനാണ്. ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ ഉണ്ണിക്കണ്ണ. ഓൾ ദ ബെസ്റ്റ്. ഉണ്ണിക്കണ്ണൻ, ഒറ്റ വാക്കുള്ളൂ. നമ്മളൊക്കെ ഫീൽഡിൽ, ഈ മിമിക്രി ഫീൽഡിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി, ഏകദേശം 10-30 വർഷം തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ കണ്ട ഏറ്റവും നല്ല ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റിൽ ഒരാളുടെ ലിസ്റ്റിൽ ഇനി ഉണ്ണിക്കണ്ണന്റെ പേര്. അത്ഭുതമാണ്. മറ്റുള്ളവരൊക്കെ അത്ഭുതം ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവരെക്കാൾ ഏറ്റവും ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു അത്ഭുതം കാണിച്ച ആള് താങ്കൾ തന്നെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ജന്മന ഉള്ളതാണോ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണോ അച്ഛാ? അത് ഒരു 1.5 വയസ്സുള്ള സമയത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷന് മുന്നേ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. തലയ്ക്കായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ അതിനുശേഷം സംഭവിച്ചതാണ്. ഉണ്ണിക്കണ്ണൻ എങ്ങനെയാ ഇത് പ്രാക്ടീസ് ചെയ്ത് എടുത്തത്? തുടങ്ങിയെന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അതിൽ ഇങ്ങനെ മ്യൂട്ട് ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ഓപ്പോസിറ്റ് സൗണ്ട് വരുന്ന ഭാഗത്ത് ഞാൻ ഡബ് ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ ഇങ്ങനെ മ്യൂട്ട് അടിച്ചിട്ട് എങ്ങനെ ഒന്ന് കറക്റ്റ് പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ അത് മ്യൂട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് മീറ്റർ ഇട്ട് പറയുമ്പോൾ അത് ശരിയാവുന്നുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്താണ്. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഒരു സെഷൻ നമ്മള് ഞെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഞെട്ടാൻ റെഡി ആണോ? കാരണം ഇവിടെ ഇനിയും ഉണ്ട് ഒരുപാട് ഐറ്റംസ് വരാൻ അല്ലേ? ഇനി എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റാം? ഇനി കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം, സ്റ്റാർസിന്റെ. ഓക്കെ, അത് ഓരോന്നോരോന്നിട്ടാണോ അതൊരു ചെയിൻ പോലെ പോവാണോ? ഓരോന്നായിട്ട് പറയാം. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ഓരോന്ന് കേൾക്കാം. ആദ്യമായി സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ. മെസ്സപ്പൊട്ടോമിയ തലസ്ഥാനമായ ഉത്പാദനത്തിലൂടെ നടന്നപ്പോഴാണ് അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ എന്നെ ഹഠാരാകർഷിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ തള്ളക്ക് വിളിക്കാണെന്ന് എനിക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന്റെ നീലക്കുമ്പടി പൂർണ്ണമാകുന്നു. വിജയ് സേതുപതി അതേപോലെ ഇലക്ഷന് സംസാരിച്ചൊരു സ്പീച്ച് നമുക്ക് ശ്രദ്ധിക്കാം. அன்பான வாக்கான பெருமக்களை பார்த்து ஓட்டு போடுங்க, தயவு செஞ்சு சிந்திச்சு ஓட்டு போடுங்க. அந்த ஓட்டு போடுறது முக்கியம். எப்போவுமே வாங்க, நம்ம ஊரில் ஒரு பிரச்சனை, நம்ம காலேஜில் ஒரு பிரச்சனை, நம்ம நண்பருக்கு ஒரு பிரச்சனை, அவங்க கூட சேருங்க. வாங்க, நம்ம ஜாதிக்கு ஒரு பிரச்சனை, நம்ம மதத்துக்கு ஒரு பிரச்சனை, சொல்லுவாங்க கூட சேராதுங்க. வாக்கான பெருமக்களை பார்த்து ஓட்டு போடுங்க. ஐ லவ் யூ so much. സൂപ്പർ. ഇനിയുണ്ടോ? അടുത്ത ആസിഫ് അലി സാർ. ഏഞ്ചലേ ഏഞ്ചലേ എന്താണ് ഏഞ്ചലേ നീ ആളെ പിടിപ്പിക്കാണ്ട് കാര്യം പറയടി? എന്താണ് ക്യാഷ് ആണോ? 5ന്റെ പൈസ ഇല്ല കേട്ടോ. എന്റെ പൊട്ടി ഫ്രീക്ക് നിനക്കത്ത് ഭ്രാന്താണോ? ഇല്ല പോയി, നിന്നെ കിട്ടാൻ നല്ല ഭാഗ്യം വേണം. നിന്റെ ഈ സംസാരം, നിന്റെ ഈ സ്വഭാവം, തീരെ കൂതറില്ലാത്ത ഈ സൗന്ദര്യം ഇല്ല പോയി. നമുക്കേ ഇനി കുറച്ച് ബീറ്റ് ബോക്സിംഗ് കേട്ടാലോ? ഒരാഴ്ച കൂടി ഉണ്ട് അല്ലേ? ബീറ്റ് ബോക്സിംഗ് ഒന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ. അപ്പൊ എന്താണ് ബീറ്റ് ബോക്സിംഗ് എന്നൊരു സാമ്പിൾ ചെയ്യാം. വ്യത്യസ്തമായി 3 ശബ്ദങ്ങൾ ഒരേ സമയത്ത് ഒന്ന് ചെയ്യാം. ആദ്യത്തെ ശബ്ദം 2,
3. ഈ 3 ശബ്ദങ്ങളും ഒരുമിച്ച് ഒരേ സമയം. അടിപൊളി, ഗംഭീരമായിരുന്നു ഉണ്ണിക്കണ്ണ. ഇനി ഇതിക്കപ്പുറം ഒന്നുമില്ലേ. ഓക്കെ, സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. ഞങ്ങൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. സ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ കൊണ്ടം. അതിന് വീണ്ടും ഒരു കയ്യടി പ്ലീസ്. ഗംഭീരമായിരുന്നു. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് ഇത്രയും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ഉണ്ണിക്കണ്ണന് ഞങ്ങൾ കുറച്ച് സ്റ്റാർസ് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് എത്ര സ്റ്റാർസ് ആണെന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നതായിരിക്കും. ഉണ്ണി, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് ഉണ്ട് 5 സ്റ്റാർ. സൂപ്പർ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഏറ്റവും ഹൈയസ്റ്റ് സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത് 5 സ്റ്റാർസ്. അത് നൽകുന്നതിനായി വിപിൻ ചേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Here you go, കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലെ 5 സ്റ്റാർ ആർട്ടിസ്റ്റുള്ള ലേബൽ. Congratulations. ഇതോടൊപ്പം തന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അച്ഛൻ അല്ലേ? ഈ ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ട് അച്ഛന് നൽകിക്കോ. താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം. ഇതുപോലെ കിടിലം പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരണം. ഓക്കെ ഉണ്ണിക്കണ്ണ, കാണാം. കാണിക്കുന്നു താത്തിടാൻ, അതല്ല സല്യൂട്ട് ഇങ്ങനെ അടിക്കരുതെന്ന്. സോറി സാർ. എടി, നമ്മൾ വേഷം മാറി വന്നിരിക്കുന്ന പോലീസുകാരല്ലേ? ഞാൻ SI യും നീ കോൺസ്റ്റബിളും. ഈ ബാറിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് ഇറങ്ങി വരുന്നവന്മാരെ ബൈക്ക് എടുത്ത് ഓടിച്ചു പോകുമ്പോ പിടിക്കാൻ വേണ്ടി വേഷം മാറി വന്ന് നിൽക്കല്ലേ? അതെ, ഞാൻ ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ വേഷത്തിൽ നിൽക്കുന്നേക്കാളും നമ്മൾ യൂണിഫോം ഇട്ട് അങ്ങ് പിടിച്ചാ പോരെ? നമ്മൾ യൂണിഫോമിൽ പോലീസുകാർ നിന്നവന്മാർ നമ്മുടെ മുമ്പിൽ കള്ളു കുടിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോവോ? ഇല്ല, അപ്പൊ ഒരിക്കലും. മണ്ടത്തരം പറയരുത്. അതിനാണ് നമ്മൾ വേഷം മാറി വന്നേക്കുന്നത്. ഓ എന്റെ സാറേ, എനിക്ക് സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് ഞാൻ പഠിപ്പിച്ചേ ഞാൻ വിടൂ റാണി. ആണോ? പഠിപ്പിക്കണോ? പഠിപ്പിക്കാം. എന്റെ സാറേ, എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട്. എന്താണ് സംശയത്തിന്റെ ഘോഷയാത്രയാണല്ലോ? സാർ, നമ്മളിപ്പോ ഒരാളെ പിടിച്ചു. അപ്പൊ നമ്മൾ പോലീസ് ആണെന്ന് അവരെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? അതിനല്ലേ ഈ പാണ്ടക്കെട്ടിനകത്ത് നമ്മുടെ യൂണിഫോം ID കാർഡും ഉള്ളത്. കറക്റ്റ്. പിടിച്ചു കഴിയുമ്പോ അതെടുത്ത് കാണിച്ചാ പോരെ? പിന്നല്ല. അതെ, ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുക. അണ്ണന്റെ കാൽ നിന്നാ പറ്റി. ആക്ടിങ് അടി, ആക്ടിങ്. ഓ, ആക്ട് ചെയ്തതാണോ? എന്റെ പൊന്നണ്ണ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ഞാൻ എല്ലാം പഠിപ്പിച്ചേ റാണിയെ ഞാൻ വിടും. ആണോ? ശ്ശോ, എനിക്ക് വയ്യ. ബൈക്കിലൊക്കെ പോയിക്കൂടേടാ. ഒരുത്തം വരുന്നുണ്ട്. ആള് വരുന്നുണ്ട്. ഉണ്ടത്. അയ്യാ, യഥാവത് താങ്കയ്യാ, പസിക്കരുത്. വേണ്ട, ഒന്നുകൂടെ അടിച്ചു. ഇത്രയും കയറ്റി ഇത് പോരാ, ഇനി ഒന്നുകൂടെ അടിച്ചിട്ട് വരാമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊക്കെ പൊളിയൂ. നാമന്തേ കയറി പോണ്. ഇല്ല, അവൻ നമ്മളെ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ലല്ലോ. അതെ. ഇല്ലെന്നേ, പൊതുവെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഇച്ചിരി ഡള്ളാണ്. അത് ഞാൻ തിരക്കായിരുന്നു, അതുകൊണ്ടാ. പിന്നെ എന്റെ ബാറിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുടിയന്മാരൊന്നും അങ്ങോട്ട് അത്ര പോരാ. അല്ല, അത് മാത്രമല്ല പ്രശ്നം. ഇവിടെ പുതിയതായിട്ടൊരു SI ചാർജ് എടുത്തിട്ടുണ്ട്. വലിയ ശല്യമാണ്. സത്യസന്ധന, 10 പൈസ മേടിക്കത്തില്ല. ഞാൻ കൊടുക്കാൻ ശ്രമിച്ചതാ. അയാൾ വണ്ടി എടുത്ത് നമ്മുടെ ബാറിന്റെ മുന്നിൽ വന്ന് കിടക്കും. എന്നിട്ട് ബൈക്കാൽ ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ആൾ കയറി പിടിക്കും. അങ്ങനെയാണ് ധൈര്യമായിട്ട് ഇവര് വരുമോ? ഓക്കെ, എന്തായാലും ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. പസി താങ്ക മുടിയാതെ സാർക്ക് എന്താവത് കൊടുക്കുങ്ങ. എന്റെ അണ്ണാവുക്ക് ഈ സാറ് ഒരു കാര്യം പറയാം, നിർത്തിക്കേ. അങ്ങോട്ട് മാറി എവിടെയാലും നിന്ന് പിച്ച തുണ്ടിക്കണം കേട്ടോ. ഇവിടെ മുന്നേ കണ്ടുപോരുത്. ദൂരെ അത് അവിടെ പോരുന്നു. അങ്ങോട്ട് പോക്കോ. യഥാപത കൊടുങ്ങയ്യാ. ഇവിടെ കണ്ടുപോരുത് ഞാൻ പറഞ്ഞേക്കാം. എന്നാ ദുഷ്ട അയ്യ. ഇല്ല, എന്റെ സാറേ, എന്റെ സാറിന്റെ അഭിനയം. ഇതാ പുതിയതായിട്ട് ചാർജ് എടുത്ത SI അല്ലേ? നമ്മളാ വേഷം മാറി വന്നിരിക്കുക. എനിക്കിട്ടാണ്ട് ആപ്പ് വെക്കാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ.
എങ്ങനെയുണ്ട്? പിന്നെ പൊളിച്ചില്ലേ? എനിക്ക് സാറിന്റെയും ഇനിയും പഠിക്കാൻ കുറെ ഉണ്ട്. റാണി നോക്കിക്കോ, ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും റാണിക്ക് ഒരു 90% ഞാൻ പഠിപ്പിച്ച് തരും. ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ആ കാലൊന്ന് തൊഴുതോട്ടെ. തൊഴുതോളൂ, പക്ഷെ ഉമ്മയൊന്നും വെച്ച് കളയരുത്. എന്താന്ന്? സ്വയംഭസാനം. അയ്യാ 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 രണ്ടും കെട്ടളയാ. എന്നാളിയാ ഇത്രയും നേരം എന്നാളിയാ എന്റെ കാശിന് സാധനം മേടിച്ച് കുടിച്ചിട്ട് ഞാൻ രണ്ടും കെട്ട കളിയല്ല കളിയാ? അയ്യോ, അളിയനല്ല, ഇതിലുണ്ട 2 തീപ്പെട്ടിക്കുള്ളിയും കെട്ടുപോയി. രണ്ടും കെട്ടളിയാ. അതാണോ? അയ്യാ യഥാപത താങ്കളെയാ. വന്നേ, ഇവിടെ വാ. ഞാനാ? കമോൺ പ്ലീസ് കമോൺ. അയ്യാ 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 അയ്യാ. പിച്ചക്കാരാണെങ്കിൽ പിച്ചക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ മാന്യന്മാരുടെ ബൈക്കിൽ ചാരിയല്ല നിൽക്കണ്ട. സോറി പറയാനായിരിക്കും. അയ്യോ സോറി ഒന്നും സെയിം ടു സെയിം. നിന്നേ, ഇത് എന്തിനാണ് ഇവന്മാരെ കയ്യിൽ നിന്ന് അടി മേടിച്ച് പിടിക്കുന്നത്? എന്നാലും അവർക്കെന്നെ മനസ്സിലായില്ലല്ലോ. തിരിച്ചൊരു അടി കൊടുത്തൂടെ? വേണ്ട, അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. അളിയാ, എനിക്കൊരു സംശയം. എന്താ കളിയാ? ഇവര് പിച്ചക്കാരാണോ കള്ളന്മാരാണോ? അമ്മാരെ കണ്ടാലേ അറിയത്തില്ലേ? കള്ളന്മാരാ. കള്ളന്മാര്. അപ്പൊ ഇവരുടെ പാണ്ടക്കെട്ടിൽ അടിച്ചു മാറ്റിയ സാധനങ്ങളാ. ഷുഗർ. ഷുഗർ? അതെ. എനിക്കോ? അല്ലല്ല, അത് സത്യമാണ്. അപ്പൊ പാണ്ടക്കെട്ട് ഞാൻ എടുക്കും. പരിശോധിക്കാൻ പറഞ്ഞെന്ന്. ആണ്ടിപ്പട്ടിയല്ല, പാണ്ടക്കെട്ട് എടുക്കുന്ന പറഞ്ഞു. കൊടുക്കരുത്. അതെന്നെ വയറാ വയറയ്യാ. അയ്യാ പസിക്കറയ്യാ. ഇല്ല. 3 ദിവസമായി പറ്റൂല. എന്റെ ചേച്ചി, അത് ഞങ്ങളുടെ പാണ്ടക്കെട്ട്. ആറാ ചേച്ചിയടി? ഞങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്ന മാന്യന്മാരായിട്ട് കുടിയന്മാര് കയറി പോകുന്ന സ്ഥലമാ. ബാറിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കാൻ കൊള്ളാവടാ. ചേച്ചി വിളിക്കരുതെടി, എനിക്കത് ഇഷ്ടമല്ല കേൾക്കുന്നത്. പാണ്ടക്കെട്ട് കെട്ടിയില്ലോ? അയ്യോ അത് ചന്ദ്രനല്ലേ അകത്തുണ്ട്? ചന്ദ്രനുണ്ടോ? ഇന്ന് അങ്ങനെ കൊറവള്ളി ഞാൻ എടുക്കും. ശരിയാക്കും. കുടിക്കരുതെന്ന് പറഞ്ഞതാ, എന്നിട്ട് കുടിക്കാൻ പോയേക്കുന്നു. ഇതെന്തൊരു ശ്രീയാതാണ്? എന്റെ അമ്മ പ്രാന്താണെന്ന് തോന്നുന്നു അവർക്ക്. അവക്ക് പ്രാന്തല്ല, വെറും പ്രാന്തല്ല, മുഴു പ്രാന്താണ്. അയ്യോ, അവള് പോട്ടെ, മൊത്തം കുളവാകുവാണല്ലോ. എന്റെ സാറ് നമ്മള് പാണ്ടക്കെട്ട് അവന്മാര് കൊണ്ടുപോയെന്ന്. പാണ്ടക്കെട്ട് നീ എന്തിനാ അത് കൊടുത്തത്? എന്തിനാണ്? അയ്യോ എന്റെ സാറ്, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. എനിക്ക് സാറിന് മനസ്സിലാവണില്ലാന്ന്. എന്നെ നിനക്ക് മനസ്സിലാവുന്നില്ല? ഇല്ല. എടി ഞാനാണ് എസ് ഐ ആണ്. നോക്കി അവന്മാര് നമ്മളെ പാണ്ടക്കെട്ട് കൊണ്ടുപോയി. അവള് കേറി അടിച്ച് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന എനിക്ക് സാറിന് മനസ്സിലാവണില്ലാന്ന്. എന്ത് അവര് തല്ലെങ്കിൽ എന്ത്? എന്നെ ആർക്കും പിടികിട്ടിയില്ലല്ലോ. നിങ്ങളെ ശരിയാക്കും. തന്നോട് ഡോക്ടർ എന്തോടെ പറഞ്ഞത്? പിന്നെ താനത്തിനാണ് കുടിച്ചത്? കുഴപ്പമില്ല, ഡോക്ടറായിട്ടിരുന്നിട്ടാണ് ഞാൻ കള്ളു കുടിച്ചത്. ഡോക്ടർ അതിനകത്തോട്ടായിരുന്നോ? ഞാനും ഡോക്ടറോട് ഒരുമിച്ചിരുന്നു. ഞാൻ അവനെ ഒന്ന് കണ്ടു. നിന്നെ കണ്ടപ്പോഴേ പുള്ളിക്കാരൻ മേശക്കാരിൽ ഒളിച്ച് നീ മലയിളകി വന്ന പോലെയല്ലേ അതിന്റെ അകത്തോട്ട് കയറി വന്നത്. കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് താനെന്തിനാ പിന്നെ കുടിച്ചത്? ഇനി പേടിക്കണ്ട, ഇന്ന് കള്ളു കുടിച്ചതിന് നമുക്ക് കേടൊന്നും പറ്റില്ല. എന്താ? ഡോക്ടറല്ലേ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ലിവർ ഫിറോസിന്റെ ഗുളികയായിരുന്നു ടച്ചിങ് സൈഡ് ഉപയോഗിച്ചത്. ഹലോ, ലിവർ ഫിറോസ് അല്ല, ലിവർ സീറോ സെക്സ്. സെക്സോ? അടുത്ത് ഇല്ല. നമ്മളെ മനസ്സിലായില്ലല്ലോ. തിരുത്താൻ നടക്കുന്ന നിങ്ങൾ ഇനി കുടിക്കുവോ? ഇനി കുടിക്കോ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ
ഞാൻ എന്ത് ചെയ്തു? അങ്ങേരല്ലേ പോയി കുടിച്ചത്, അതിന് എന്നെ തല്ലുന്ന എന്തിന്? അതാരാന്നറിയോ? എന്റെ ഭർത്താവാ. അങ്ങേർക്ക് എന്തിനും പറ്റിയല്ലോ, എന്റെ പിള്ളേർക്ക് തന്തയില്ലാതാവും. പക്ഷെ നിന്നെ തല്ലി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി എന്റെ ചേട്ടൻ സത്തു പോയാ ഞാൻ എന്താ ചെയ്യോ? തമിഴ് പോലും മര്യാദയ്ക്ക് പറയാനറിയാത്ത പിച്ചക്കാരി ഒന്നേക്കുന്നവള്. എമ്മേ നീ നല്ല ഫോമിലാണല്ലോ. അമ്മായിമ്മക്ക് ജൂലും കെട്ടിന് അണ്ണനെ കൊടുത്തിട്ടാ ഞാൻ വന്നത്. എന്റെ ബാക്കി നിങ്ങൾക്ക് തരാനിരുന്നപ്പോഴാ ഇങ്ങനെ രണ്ടെണ്ണത്തിന് കിട്ടിയത്. വണ്ടി എടുക്ക, വണ്ടി എടുക്ക. വണ്ടി ഇതാണ് നമ്മളെ. ആണോ? എടുക്കും. ഞാൻ വെച്ചിട്ടുണ്ടോ? ഇതെന്ന് കാണിക്കുന്നേ? താക്കോല് ഹോളിൽ കയറുന്നില്ല. വീടിന്റെ താക്കോലല്ലയോ ഈ കിടക്കുന്നത്? കിടക്കുന്നത് നീ എന്റെ പൊന്നെ തല്ലരുത്. കേറട്ടെ ഞാൻ. ഓക്കെ, ഒരു കുഴപ്പമില്ല. മനസ്സിലാവണം. ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. പിച്ചക്കാരനോ? ഞാൻ ഇവിടുത്തെ ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ്. അവിടുത്തെ കോൺസ്റ്റബിൾ ആണിത്. കള്ളു കുടിച്ചിട്ട് വരുന്ന, ബൈക്ക് ഓടിച്ചു വരുന്നവരെ പിടിക്കാനായിട്ട് വേഷം മാറി നിൽക്കുന്നതാണ് ഞാൻ. ഞാൻ എസ് ഐ ആണ് ഇവിടുത്തെ. നിന്റെ ഭർത്താവിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം. ഇനി ചിരിച്ചാ നിന്റെ അണപ്പല്ല ഞാൻ അടിച്ച് താഴെ ഇടും. ഞാൻ അടിക്കും. ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഈ പിച്ചക്കാരുടെ പെണ്ണുമ്പളെ കൂടെ ഞങ്ങള് ഉപദ്രവിക്കുക സാറേ. അയ്യോ, ഇവൻ മുമ്പേ പറഞ്ഞു ഇവൻ പിച്ചക്കാരനാണ്, പിന്നെ പറഞ്ഞ അവന്റെ എസ് ഐ ആണ്. ഇവൻ നിന്ന് മൂത്ത് ഇവൻ എസ് ഐ ആയെന്നാ പറയുന്നത് സാറേ. ഇവനെ ഞങ്ങളെ രക്ഷിക്കണം. കിട്ടൂടി. ഈ പിച്ചക്കാരനാണോ എസ് ഐ? യൂണിഫോം കണ്ടറിയില്ലേ ഞങ്ങളാ പോലീസുകാരെന്ന്? പറഞ്ഞു കൊടുക്ക്. അപ്പൊ സാറ് 2.5 കേട്ട് കൊടു സാർ. പ്ലീസ്, നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ എന്റെ ബാറിന്റെ മുന്നിൽ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഇവിടെ ഭയങ്കര കോമഡിയാണ്. എന്താ ഈ പിച്ചക്കാരൻ പറയണേ അവന് എസ് ഐ ആണ്. നിങ്ങൾ ചിരിക്കണ്ട, ഇത് എസ് ഐ തന്നെയാ. ഇവിടുത്തെ സ്ഥലം എസ് ഐ തന്നെയാ സാറേ. സാറിന് ഞാൻ ആദ്യം ഇവിടെ വന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സാർ എസ് ഐ തന്നെയാണ്. എന്തിനാ സാർ ഇവിടെ വന്ന് ഈ വേഷം കെട്ടി ഇവിടെ നാട്ടുകാർ റെഡി മേടിച്ച് കെട്ടുന്നത്? അല്ല, എന്നെ ആദ്യം കണ്ടപ്പോഴേ ഇയാൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ നേരത്തെ ഇത് പൊളിഞ്ഞാൽ പൊളിഞ്ഞായിരുന്നു. എന്നിട്ടൊന്നും ഒരു വാക്ക് പറയാഞ്ഞത്? ശരിക്കും എസ് ഐ ആണല്ലേ? അതെ അതെ, ഈ മേഡം പോലീസിലാണോ? അതെ പോലീസാ. അടിക്കല്ലേ. സോറി സാർ. സാറിന് ഇതിന് വല്ല കാര്യമുണ്ടോ? അല്ല, ഞാനൊരു പുതിയ പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു. ആണ്, പക്ഷെ ചീറ്റിപ്പോയല്ലേ? ചീറ്റിപ്പോയി. അപ്പൊ ഇനി എങ്ങനെ സാറ് ചാർജ് എടുക്കുന്നുണ്ടോ? ഇന്നെന്താ ഇല്ല. കാരണം എന്താ അറിയോ? വാക്കല്ലാതെ കുറെ ഇന്ന് മേടിച്ച് കിട്ടി. ഓ, അത് ശരി. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ചാർജ് എടുക്കുന്നില്ല. തൽക്കാലം ഞാൻ അകത്ത് വന്ന് 2 ലാർജ് എടുക്കാം. എന്റെ മാറിയെന്ന് സാറ് ധൈര്യമായിട്ട് വരും. ഞാൻ അകത്തുണ്ടാവും. സാർ പോരെ. സാറേ, അപ്പൊ നമ്മൾ ഭിക്ഷക്കാരെ വേഷം വിട്ടോ? ഇത് വട്ടം പൊളിഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല? അണ്ണാ, അണ്ണനല്ല, കാൾമി സാർ. യെസ് സാർ. 2 ലാർജ്. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. യെസ്, അപ്പൊ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സ്റ്റേജിൽ നടന്നിരിക്കുന്നത്. നമ്മൾ നല്ല സുന്ദരി കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ടീമിന്റെ പേരെന്തായിരുന്നു? കോമഡി ഏഞ്ചൽസ്. യെസ്, കോമഡി ഏഞ്ചൽസിന്റെ പെർഫോമൻസ് ആണ് മാസ്റ്റേഴ്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത്തിരി മീറ്റർ സെറ്റ് ആണ്. ഇനി നമുക്ക് ഇത് കറക്കി പൈസ നേടണം. ഓക്കെ, അപ്പൊ ഇത്തവണ ഇത് ആരാ കറക്കാൻ പോന്നേ? ഒരുമിച്ചോ? എന്നാ നമുക്കത് കാണാം. ആരോഗ്യം വെച്ച് രണ്ടുപേരോട് കറക്കണം. കറക്കിവർ എത്ര നേടുന്നുള്ളത് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. കറക്കിക്കോ. നൽകണം, പണമതു നേടണം.
നിക്കടാ. അയ്യോ ആ എന്നാലും കുഴപ്പമില്ല, അടിപൊളി. 8,000 rupees ആണ് ഇവർക്ക് ഇൻഷ്യലി കിട്ടിയിരിക്കുന്നത്. 8,000 രൂപ സേഫ് ആയിട്ട് ഇതാ അവിടെ ഉണ്ട്. ഇനി ബാക്കി നാദിക പറഞ്ഞ പോലെ പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ എനിക്ക് കാലുവേദന ആവുന്നേ. അയ്യോ എനിക്ക് കൈവേദന എടുക്കുന്നേ. അയ്യോ നിങ്ങളിങ്ങനെ കിടന്ന് കാറാതെ ഞാൻ എന്റെ ഏട്ടനെ വിളിക്കട്ടെ. അയ്യോ അയ്യോ ഹലോ ചേട്ടാ, അമ്മയുടെ അയ്യോ വയറുവേദന ആവുന്നേ. അയ്യോ തലവേദന കേട്ടോ. അയ്യോ ഉരവേദന ആവുന്നേ. അയ്യോ എനിക്ക് വയ്യേ. ഇതാണ് സംഭവം. എടി മോളെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ തള്ളൻ? എന്റെ ദൈവമേ, ബാക്കി എല്ലായിടത്തും ഈ തള്ളക്ക് വേദന, ഈ വായിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അയ്യോ എനിക്ക് വേദന എടുക്കുന്നേ. അപ്പൊ ദൈവമുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞ ഷുഗർ ഒന്നും നോക്കണ്ടേ, ക്രിസ്മസിന് കേക്കും വീഞ്ഞും ഒക്കെ കഴിക്കുമ്പോ ഓർക്കണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ കാല് വേദന എടുക്കുന്നേ, കൈ വേദന എടുക്കുന്നേ, വയറ് വേദന എടുക്കുന്നേന്ന് പറഞ്ഞേ ഒരു കാര്യമില്ലേ. അയ്യോ മോളെ എനിക്ക് ഷുഗർ കൂടിയെന്ന് തോന്നണു. ഞാനേ ഇവിടെ നിന്ന് കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ കിടക്കല്ലേ, നിങ്ങളുടെ ശരീരം മൊത്തം പഞ്ചസാര. അഥവാ നിങ്ങൾ ഇവിടെ കിടന്നാടേ ഉറുമ്പ് നിങ്ങളെ മുഴുവനായിട്ട് അങ്ങ് എടുത്തോണ്ട് പോകും. അയ്യോ ഉറുമ്പ് തന്നെ എടുത്തോണ്ട് പോണേ. തള്ളയെ കൊണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ മധുരം കഴിക്കണ്ടെന്ന്. ഡോക്ടർ ഇപ്പൊ വരുവേ. എടി മോളെ ഡോക്ടർ വരുമ്പോളേ അമ്മ കേക്കൊന്നും കഴിച്ചില്ല എന്ന് പറയണേ. പിന്നെ തലയിൽ പഞ്ചസാര വീണാന്ന് പറഞ്ഞാലേ ആ പൊട്ട ഡോക്ടർ അങ്ങ് വിശ്വസിച്ചോളും. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്തില്ല തള്ളെ. നിങ്ങൾക്കറിയോ എന്റെ ചേട്ടൻ ജിലേബി വാങ്ങി വന്നപ്പോഴേ അമ്മയ്ക്ക് ഷുഗർ ആയിട്ട് കൊടുത്തില്ല. ആ വാശിൽ എന്റെ ചേട്ടൻ കുളിക്കാൻ കയറിയപ്പോ ടാങ്കിൽ മുളക് പൊടി കലക്കി. പിന്നെ എന്റെ ചേട്ടൻ കുളിച്ചു വന്നപ്പോഴേ ഷവായി ചിക്കൻ ഡോട്ടായി. അല്ല നീ ചേട്ടൻ ചേട്ടൻ പറയുന്നതേ എന്റെ മോനല്ലേ? ആ മോൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ് അമ്മയെ നന്നായി നോക്കണോന്നേ. കണ്ടു പടിയടി, അവനെ എന്റെ അടുത്ത് എത്രങ്ങാനും സ്നേഹമാ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, എന്നെ ഇടയ്ക്ക് നിങ്ങൾ ഉപദ്രവിക്കാറില്ലേ, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് സൂക്ഷിച്ചോന്ന് പറഞ്ഞതാ. എടി നീ നിന്റെ കാലും കൈയും കാണിച്ചേ എന്റെ മോനെ വളച്ചതല്ലേടി. അയ്യാ ഞാൻ വളച്ചൊന്നല്ല, എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതാ. അവനെപ്പോ നിന്നെ ഇങ്ങനെ വിളിച്ച് കണ്ണില് പൊടി പോയിട്ടെ ഇങ്ങനെ ആക്കിയതാ. നീ വിചാരിച്ച് നിന്നെ വിളിച്ചതാന്നും പറഞ്ഞിട്ടേ നിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടി കിടക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്ന്. വെറുതെ അല്ലല്ലോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വലിയൊരു ഫ്രിഡ്ജ് കൊണ്ടുവന്നിരിക്കും. അവളെ ഒരു ഫ്രിഡ്ജേ, അതിന് തണുപ്പില്ലാത്തോണ്ട് ഡോർ തുറന്നേ ഞാൻ പുറത്ത് നിന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കലാടി. അങ്ങനെ ഒരു ദിവസം ഫ്രിഡ്ജ് എന്നോട് പറയാ, ഓ ഭയങ്കര ചൂട്, കുറച്ച് തണുത്ത വെള്ളം തരുമോന്ന്. ഞാൻ അലമാര കൊണ്ടുവന്നല്ലോ. അയ്യോ എനിക്ക് കാല് വേദന ആവുന്നേ. നിങ്ങളുടെ കാലിൽ അലമാര വീണോ? എന്റെ കാലിൽ അലമാര വീണതൊന്നല്ല, അലമാരക്ക് പൂട്ടില്ലാത്തോണ്ടേ ഞാൻ എപ്പോ ഉറങ്ങുമ്പോഴും അലമാര ഇങ്ങനെ കാലൊന്ന് താത്തുവോ. അങ്ങനെയാടി കാല് വേദന ആയത്. ഈ കൈയുടെ എക്സ്റേ എടുക്കണമെന്നേ ഡോക്ടർ പറഞ്ഞേ. ഈ വയ്യാത്ത കയ്യിൽ ഞാൻ അതും എടുക്കണോ? നിന്റെ കൈക്ക് എന്താടി കുറവ്, അങ്ങ് പോയെടുത്തോ. ഈ കൈയിനുള്ളിൽ എന്താന്ന് അറിയാനാ. സ്കൂൾ വരാന്നേല് പോലും പോയിട്ടില്ലെങ്കിലേ എനിക്കറിയാം ഇതിന്റെ ഉള്ളിൽ എല്ലാന്ന്. ആ ഡോക്ടറെ എങ്ങനെ അറിയത്തില്ലേ ഇതിന്റെ ഉള്ളിൽ എന്താന്ന്. ഈ തള്ളി ഞാൻ കൊല്ലും. എടി മോളെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ ഡയലോഗ് മറന്നുപോടി. ആ ഇപ്പൊ കിട്ടി. അമ്മായിയമ്മമാരെ ദൈവത്തെ പോലെ കാണണം. ആ ഈ ദൈവത്തിന്റെ ഫോട്ടോക്കെ നമുക്ക് തിരി കത്തിക്കണ്ടേ. എന്താടി നീ പറഞ്ഞത്? തിരി കത്തിക്കണ്ടായിരുന്നോ? ഓ എന്റെ ഒക്കെ ഒരു വിധി. നിങ്ങൾക്കറിയോ ഞാൻ ഇവിടെ കഴിയേണ്ടതൊന്നല്ല, എന്നെ ഒരു മെന്റൽ ഡോക്ടർ കല്യാണം ആലോചിച്ചതാ. എങ്കിലേ അത് മതിയായിരുന്നു. എന്നാല് കല്യാണം നടക്കും, ചികിത്സയും നടക്കും. അയ്യോ എനിക്ക് കാലുവേദന ആവുന്നേ. വേദന ഇല്ലാതിരിക്കോ? നിങ്ങൾ ഇന്നലെ എന്നെ ഉറക്കത്തിൽ ചവിട്ടിയില്ലേ? ഞാനപ്പോ ചവിട്ടി? അതെ നിനക്ക് തോന്നിയതാ. അപ്പൊ എന്നെ ചവിട്ടിയതോ? ഞാൻ ഉറങ്ങിയെന്ന് തോന്നിയതാ. നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്ന തന്നെയാണ് എനിക്കറിയാം. എന്നെ വീട്ടാൻ വേണ്ടിയില്ല നിങ്ങൾ ആ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു വെച്ചേ. അയ്യോ നാട്ടുകാരെ ഇവള് പറഞ്ഞത് കേട്ടോ, ഇവളെ വീട്ടാൻ വേണ്ടിട്ടേ ഞാൻ ആ സ്റ്റെപ്പിൽ എണ്ണ വെച്ചെന്ന്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇവളെ വീട്ടാൻ വേണ്ടിട്ടല്ല, ഇവളെ കാല് ഒടിയാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾ എന്തൊക്കെയാ രമണി ചേച്ചിനോട് പറയുന്ന അതൊക്കെ എന്നോട് വന്ന് പറയും. ഏത് ഈ രമണിയോ? ആ എടി രമണി കള്ളി, നീ അതിനാണല്ലേ എടി രാവിലെ തന്നെ കസേരയായിട്ട് മൂല ചെന്നിരിക്കണത്. ഞാനേ നിന്റെ അച്ഛനെ അമ്മേനൊക്കെ കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവള് നിന്നോട് വന്ന് പറഞ്ഞു കാണല്ലോ. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോ? അത് പക്ഷെ എന്നോട് പറഞ്ഞില്ല. അയ്യോ അത് പറഞ്ഞില്ലേ? അയ്യോ എടി രമണി നീ ക്ഷമിച്ചേക്ക്. ഒന്നുമില്ലേലും നമ്മളൊരു പ്രായല്ലേടി. മുട്ടിന് ഭയങ്കര വേദന. നിന്റെ അടുത്തേ വല്ല തൈലം ഇരിപ്പുണ്ടോ? ഇത്രയും പ്രായമായിട്ട് ഒരു വേദന ഇല്ലല്ലേ? എന്റെ മുടിയൊക്കെ നോക്കി നരച്ചിരിക്കുന്നേ. നീ നിന്റെ മുടി ഡൈ ചെയ്യാറുണ്ടല്ലേ? മുഖത്ത് എത്രങ്ങാനും പുട്ടിയ വാരി തേച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ മോളെ എനിക്ക് തലവേദന ആവുന്നു. നീ പോയിട്ടേ ജ്യൂസ് എടുത്തോണ്ട് വാ. എനിക്ക് ജ്യൂസ് ഒന്നും അടിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ പാൽ കുടിച്ചാൽ മതി. തള്ളടണ്ണാക്കിലങ്ങ് തള്ളി കൊടുക്കണല്ലോ. ഇത് നോക്കിയേ, നീ പോയിട്ടേ പാലെടുത്തോണ്ട് വാ. എടി രമണി ഇത് നോക്കിയേ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവളെ 2 ദിവസം ഇവിടെ ഇട്ട് നിരക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ കണ്ടു കണ്ട പടിയൊക്കെ എടുക്കുന്നത്. നോക്കി 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 കണ്ടോ, ഡിങ്കടിക്ക ഡിങ്കടിക്ക കണ്ടോ കണ്ടോ കണ്ടോ. അമ്മേ അയ്യോ രമണി എനിക്ക് ഇവിടെ തന്നെയാണ്
അയ്യോ മോളെ ഇറങ്ങി അമ്മേ. ആ പിന്നെ അവിടെ വെക്കി. എനിക്ക് ഇനി 2 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കണം. നീ എന്നെ ശല്യപ്പെടുത്താനൊന്നും വന്നേക്കരുത്. ഇനി എനിക്ക് 2 ദിവസം റെസ്റ്റാ. നിനക്ക് റെസ്റ്റോ? നിങ്ങൾ ഇവിടുന്ന് പറയുന്നേക്കെ ഞാൻ അവിടുന്ന് കേട്ടത്. എന്നെ നിരയിപ്പിക്കാൻ നോക്കിയല്ലേ. ഇനി നിങ്ങൾ 2 ദിവസം ബാത്റൂമിനുള്ളത് നിരങ്ങും. അല്ല ഞാനെങ്ങനെ നിരങ്ങാനാ? നിങ്ങൾ ഇപ്പൊ കുടിച്ച പാലില്ലേ ഞാൻ വിമ്മ ഇലക്കിട്ടുണ്ട്. എനിക്കിപ്പൊ ശരിക്കും അസുഖാടി. ആരാണ് ബാത്റൂമിനുള്ളത്? ഇറങ്ങി പോടാ അവിടുന്ന്. അയ്യോ എങ്ങനെയുണ്ട്? രമണി ചേച്ചി കുറച്ചും കൂടി വിമ്മുണ്ട്. ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ? അയ്യോ അങ്ങനെ പറയല്ലേ. ഇത്തിരി വീം ഇപ്പൊ വരെ. നീ സത്യം പറഞ്ഞോ അതിൽ വിമ്മ് ചേർത്തോ ഇല്ലയോ? ക്യാരക്ടർ വിട്ടിട്ട് പറ. കാരണം ഈ കൊച്ചെവിടുന്ന് ചോദിക്കട്ടെ. സത്യം പറയണേ നീ അതിൽ എന്താ ചേർത്തേ? എന്നത്തിന് ടേസ്റ്റ് ആയിരുന്നു? മധുരം ഒന്നിട്ടിട്ടില്ലല്ലോ. അപ്പൊ വിമ്മ ഉറപ്പിച്ചോ. എന്നിട്ട് എനിക്കും കൂടെ തരാന്ന്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന് എന്റെ അടുത്ത് ഒന്ന് ഡയലോഗ് പറയണോന്നൊക്കെ? ശരി, അപ്പോൾ വീണ്ടും മാസ്റ്റേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ്? എല്ലാത്തിലും ഒരു വലിയ മേജർ പാർട്ടി ചെയ്തേക്ക്. എല്ലാ ക്യാമിയോ എന്നെ ചെയ്യാനോ? ലാസ്റ്റ് എങ്ങനെ ഞാൻ വരും? അല്ല, ഈ ശരിക്കും നമ്മൾ ഈ ബോൺസായി മരങ്ങളൊക്കെ ഇല്ലേ, ചെറിയ വലിയ ആൽമരമൊക്കെ കുഞ്ഞ് ഇതിനകത്ത് വളർത്ത് കണ്ടല്ലേ? അതെ, ബോൺസായി എല്ലാ ക്വാളിറ്റി ഉണ്ട് അതിന്. ആൽമരം ഞാനും ബോൺസായി വരുമെന്നാണ്. അല്ല, ഈ സാരി കൊടുത്തിട്ട് 2 ശരിക്കും 2 ബോൺസായി കുഞ്ഞുങ്ങള് ഭയങ്കര വിലയാ ബോൺസായിക്ക്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ സാരി ഉടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രായമുള്ള കഥാപാത്രം അതിന്റെ മരുമോളും അമ്മായിയമ്മയും 2 കറക്റ്റായിട്ട് ഇങ്ങനെ കുഞ്ഞ് മരുമോളും ഒരു കുഞ്ഞമ്മായിയമ്മയും. എന്താണ് 2 പേരും തകർക്കല്ലേ? കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മക്കൾക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വേദിയില് ഇവർക്ക് ഈ പ്രായത്തില് ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 2 8-ല്, ഞാൻ 5-ല്. 8-ലാ? അത് 8-ലാ? അമ്മായിയമ്മ 5-ലാ? അമ്മായിയമ്മ 5-ലും മരുമോള് 8-ലും. നല്ല രസമുണ്ട്. 2 പേരും നല്ല എന്താണെങ്കിലും ഭാവി ഏറ്റവും നല്ല 2 അഭിനേതാക്കളായിട്ട് മാറാൻ സാധ്യതയുള്ള 2 കുരുന്നുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. 2 പേരും കലക്കും. എവിടെയെങ്കിലൊക്കെ എത്തൂട്ടോ 2 പേരും. ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ മക്കളെ. അടിപൊളി. 2 പേരും തകർത്ത് കളഞ്ഞു. പ്രതീക്ഷയ്ക്കും മുകളിൽ വരിക എന്ന് പറയില്ലേ? കഴിഞ്ഞ തവണ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വളരെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നല്ല രസമായിട്ട് നിങ്ങൾ അവതരിക്കും. 2 പേരിൽ ആരാണ് മികച്ചു നിന്നത്? മൈമയാണോ അല്ല മരുമകളാണോ അതുമല്ല എന്ന് പറയുന്ന തരത്തിൽ അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ രമണി ചേച്ചിയുടെ അടുത്ത് പോയി. രമണി ചേച്ചി വന്നതോടെ എവിടെയോ ഒരു ചെറിയ അല്ലേ ഇവിടെ മറ്റേ പ്രസ് ചെയ്യണതിന്റെ ശബ്ദം മാഷ്ക്ക് കുടുകുടു കുത്തുന്നു, കുത്തുന്നു, ഞാനും കുത്തുന്നു, മണി അങ്ങോട്ട് കേറുന്നു. അതെ രമണി ചേച്ചി ഒന്നും മനുഷ്യൻ ചെയ്യല്ലായിരുന്നു. അങ്ങ് അടിമുടി കംപ്ലീറ്റ് അതിനെല്ലാം മേടിക്കാൻ എന്നുള്ള രീതി തന്നെ നല്ല രസമായിട്ട് നിങ്ങൾ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞുള്ള അമ്മായിമ്മയുടെ ഡാൻസും ഉള്ളായിരുന്നു കേട്ടോ. തിരിഞ്ഞൊക്കെ നിന്നിട്ട് എന്തൊക്കെ അതാണ്. നിങ്ങൾ നല്ല 2 പേരും മിടുക്കരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് 2 പേരും കേട്ടോ. ഓക്കെ, 2 പേർക്കും. അടുത്തത് നമുക്ക് ബിപിൻ അങ്കിളിനോട് ചോദിച്ചാലോ? പറയൂ അങ്കിൾ. കാന്താരികളാണ് അല്ലേ? കോമഡി കാന്താരികൾ അതാണ് നിങ്ങളുടെ പേര്. കാരണം കാന്താരി മുളക് ഇത്രയല്ലേ പോയുള്ളൂ. എന്താ എരിവ്, വലിയ മുളകൊന്നും വേണ്ടല്ലോ അല്ലേ? അതേപോലെ നല്ല രസം ഉണ്ടായിട്ടോ. നല്ല രസമായിട്ട് ക്ലാരിറ്റി ഉണ്ടായി. നല്ല ഇവർ പറയുന്ന ഡയലോഗുകളും കൗണ്ടറിനും ഒക്കെ നല്ല ക്ലാരിറ്റി. പിന്നെ എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ഉണ്ട്. അതായത് പുള്ളിക്കാരത്തി പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിലത്തിറന്ന് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കണം. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്ത് അസലായിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് എത്രയാണ് മണി കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. സന്തോഷിക്കാൻ റെഡിയാണോ? ഓക്കെ, കമോൺ. അപ്പൊ രമണി ചേച്ചിയും മക്കളും കൂടെ തിരിഞ്ഞു നോക്കാൻ പോവാണ് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഈശ്വരാ, തിരിഞ്ഞോ. ഞാൻ
അല്ലേ പൈസ പ്രശ്നമില്ലെന്ന് പറഞ്ഞൊരു ഓൾറെഡി പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട സ്റ്റെപ്പ് വരെ പഠിച്ചു വന്നേക്കുവാ. ഇനി പൈസ കുറഞ്ഞു കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു? അതെ അത്രേ ഉള്ളൂ. ശരി ചേർട്ടോ. ആ അമ്മണി ചേച്ചി ചേരോട്. അമ്മണിയില്ലേ രമണി? രമണി 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 എല്ലാ പേരും തെറ്റിക്കുമല്ലേ? രമണി ചേച്ചിക്ക് ചേരില്ലേ? എപ്പോ കിട്ടും? എപ്പോഴും കിട്ടും. പേടിക്കണ്ട പേടിക്കണ്ട ഒന്നുമില്ല. എന്തൊരു കഷ്ടമാണല്ലോ. എന്താ ഈ പിള്ളേർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി വന്ന വരവാ. കാക്കയിട്ട് ഞോണ്ടുവാണ്ടേ. കാക്കയിട്ട് ഞോണ്ടുവാ തലക്കിട്ട്. അതിന് കൂട്ടി മുട്ടയിടാൻ ഞാൻ കൊയിലാന്നും പറഞ്ഞു. ഞാൻ എന്നാ ചെയ്യാനാ? അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി സൂപ്പറായിരുന്നു. ഇടുക്കി കളഞ്ഞു. പൈസ പിടിച്ചോ. പൈസ കിട്ടി. ശരി കുട്ടികളെ, ഇതാണ് ജാദു അങ്കിൾ. ജാദു അങ്കിളാണ് നിങ്ങൾക്ക് പൈസ തന്നിരിക്കുന്നത് കേട്ടോ. സന്തോഷായില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞങ്ങളെ നാട്ടിലുള്ള എല്ലാവർക്കും പിന്നെ എന്റെ എല്ലാവർക്കും ഒരു ഹായ് കുടുംബാംഗങ്ങൾക്കും. ഞാനത് കറക്റ്റാക്കി. പിന്നെ എന്റെ അനിയത്തി ചേച്ചിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ അമ്മയ്ക്കും ചേച്ചിക്കും പിന്നെ എന്റെ അമ്മേന്റെ സ്കൂളാണ് ലവ് ഷോർ. അപ്പൊ അവിടെ ഉള്ള ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ഒരു ഹായ്. എല്ലാവർക്കും ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫാമിലിയുടെ വക ബിഗ് എന്റെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ GHSS മണത്തന സ്കൂളിലും എന്റെ ടീച്ചേഴ്സിനും എന്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും. എല്ലാവർക്കും ഹായ്. ഇനി ജാദുവിന്റെ വക ജാദുവിന്റെ വക ആർക്കെങ്കിലും ഹായ് കൊടുക്കണം? അല്ല, ഞാൻ ഹായ് കൊടുത്തു. എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. എന്താണ് കാര്യം? ഈ ഇവിടെ അക്ഷയകേന്ദ്രം അടുത്തുണ്ടോ? ഉണ്ടെങ്കിലേ ഒന്ന് ലിങ്ക് ചെയ്യണമായിരുന്നു. എന്റെ ബാലൊന്ന് ലിങ്ക് ചെയ്യണം. കാരണം പുറത്തിറങ്ങാൻ പറ, പോലീസ് പിടിക്കുന്നു. ബാല് ലിങ്ക് ചെയ്യാനോ? എന്താണ് പറയുന്നത്? ഇവിടെയൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ എരലുണ്ടല്ലേ ലിങ്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ഈ ബാലെടുത്തിട്ട് ഒരു വലിയൊരു കടവൃക്ഷമുണ്ട്. ആ വൃക്ഷം ചോട്ടി ഇടിക്കുന്ന അടിച്ചോണ്ടിരിക്കണം 15 പ്രാവശ്യം. എങ്കിൽ ആ ലിങ്കിങ് ആയിരുന്നുള്ളൂ. ഇവിടെ ലിങ്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പോലീസിനെ കൊണ്ട് രക്ഷയില്ല. അതുപോലെ ഫ്രീക്കം പയ്യെന്നു പറഞ്ഞ് വീണ്ടും തന്നെ ഓരോരുത്തരോട്ട് ഓടിച്ചത് പോലീസ് പിടിക്കാൻ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ബാലുകൊണ്ട് അത്രയ്ക്കും പിന്നെ വലിയ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. ഈ ബാലുകൊണ്ട് മുഴുവൻ ഫോൺ വന്ന കണ്ടില്ലായിരുന്നു. ഈ ബാലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. തൂത്തുവാരും, കഞ്ഞി വെക്കും. അതുപോലെ ഒന്നേ എന്റെ മോളെ കെട്ടിച്ചു വിട്ടതുകൊണ്ട് ഈ വാലുകൊണ്ടാ. പിന്നെ ഒരു കാര്യം മാത്രം, ഈ അണ്ണാച്ചി പലിശക്ക് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ വാല് കയറി അങ്ങ് ഒളുകി ഇങ്ങനെ. പിന്നെ അണ്ണാച്ചി പോയിട്ട് നമ്മൾ വലിച്ചെടുക്കണം. വാ പോയി 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 വാ വാ എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല. അല്ല ഒരു കുഴപ്പമില്ല. അതെ അതെ. ഫോൺ വരുന്നു. ഹലോ അയ്യടി, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ വരാം തളിക വന്ന തളിക്കലങ്ങ് വന്നോളാം. ഉപ്പരുതേ ഞാൻ പറഞ്ഞു. തീതുപ്പരുതേ പറഞ്ഞ കേക്കെ. ഞാൻ വരാം. അച്ഛേ ഞാൻ തുപ്പും. എനിക്ക് വരട്ടെ കേട്ടോ. ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഇത്രയും അടിപൊളിയായ സ്ഥിതിക്ക് നമുക്ക് പ്രേക്ഷകരോടൊക്കെ ബായ് പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഓക്കെ, എന്നിട്ട് ഞങ്ങളും വരാം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക്. ഓക്കെ, അപ്പൊ മാസ്റ്റേഴ്സ് നമുക്ക് പോയാലോ? മക്കളെ നമുക്ക് പോയാലോ? നമുക്ക് പ്രേക്ഷകരെ നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലേക്ക്